കേരള രാഷ്ട്രീയം ഇന്ന് രണ്ട് വ്യക്തികളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നൊരവസ്ഥയാണ്. കേരളത്തിലെ സർവ്വ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും എന്തിനു പറയുന്നു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ അഭിപ്രായം വരെ ഈ രണ്ട് വ്യക്തികളെ കേന്ദ്രീകരിച്ചാണ്. കാരണഭൂതനെന്നും ക്യാപ്റ്റനെന്നുമൊക്കെ ഭക്തന്മാരും അനുയായികളുമൊക്കെ ആദരപൂർവ്വം വിളിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ വിവാദത്തിൻ്റെ ഒരറ്റത്ത്. ശ്രീമാൻ പിണറായി വിജയൻ രാഷ്ട്രീയത്തിലേക്ക്, അതായത് ഇടത് രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചാനയിച്ച നിലമ്പൂർ MLA PV അൻവറാണ് മറുഭാഗത്ത്. സാധാരണഗതിയിൽ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായിരുന്നവർ തമ്മിൽ തെറ്റുമ്പോഴാണ് പല ഭയാനകമായ വിവരങ്ങളും വെളിയിൽ വരുന്നത്. ഏതാണ്ട് അതേ ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ. അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ സംസ്ഥാന സർക്കാരിനും പിണറായി വിജയൻ എന്ന വ്യക്തിക്കും നേതാവിനുമൊക്കെ എതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതിലേറ്റവും ഗുരുതരമായ ആരോപണം കേരള പോലീസിന് സ്വർണം കള്ളക്കടത്തുമായിട്ടുള്ള ബന്ധമാണ്. രണ്ടാമത്തേത് പോലീസ് അടിമുടി അഴിമതി നിറഞ്ഞതാണ് എന്നാണ് ശ്രീ PV അൻവർ പറയുന്നത്. മൂന്നാമത്തേത് കേരളത്തിലെ പല കൊലപാതകങ്ങളിലും പങ്കുണ്ട് എന്നും കൂടി അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ശരിക്കും ഇത്തരം ഒരു ആരോപണം മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണം നേരിട്ടതും അതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നതുമായ വ്യക്തിയാണ് മുൻ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ്. അദ്ദേഹം പോലും ഈ സംവിധാനത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി അഴിമതി നടത്തി എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ മുഴുവൻ സംവിധാനത്തെയും അഴിമതിവൽക്കരിച്ചു. അതായത് പോലീസ് ഒരു സമാന്തര അധോലോകമായി മാറി എന്ന അതീവ ഗുരുതരവും രക്ഷയെ ബാധിക്കുന്നതുമായ ഒരു ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചത്. ഇത് വളരെ വ്യക്തവും കൃത്യവുമായി പരിശോധിക്കേണ്ടതുണ്ട്. സംസ്ഥാന പോലീസിനോ സംസ്ഥാന ഏജൻസികൾക്കോ ഇതിൽ വ്യക്തമായ അന്വേഷണം നടത്താനാകുമോ? സംശയമാണ്. കാരണം സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി പിണറായി വിജയൻ തുടരുന്നിടത്തോളം, ആഭ്യന്തര വകുപ്പിൽ ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർ നിലനിൽക്കുന്നിടത്തോളം ഈ ഒരു വിഷയത്തിൽ അന്വേഷണം എത്രമാത്രം സുതാര്യമായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ പല കോണുകളിൽ നിന്നും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിനൊരു മറുപടി മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം മറുപടി പറയുന്നത് മലപ്പുറം ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം കള്ളക്കടത്തും അതുപോലെ മറ്റ് കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. മാത്രവുമല്ല, ഈ സ്വർണം കള്ളക്കടത്തുകാർക്കെതിരെ പോലീസ് നടപടിയെടുത്തതാണ് PV അൻവറെ പോലുള്ള ആൾക്കാർ ഇപ്പോൾ നടത്തുന്ന പൊട്ടിത്തെറിയുടെ പിന്നിലെ രഹസ്യം. ഇതാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. പക്ഷേ അൻവർ ഉന്നയിച്ച ചില ചോദ്യങ്ങളിൽ വ്യക്തമായ മറുപടി മുഖ്യമന്ത്രിയാകട്ടെ അല്ലെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനാകട്ടെ നൽകിയിട്ടില്ല. അൻവറിനോട് എനിക്ക് യാതൊരു സഹതാപവുമില്ല. കാരണം PV അൻവർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരുപാട് നിയമലംഘനങ്ങൾ നടത്തിയെന്നുള്ള ആരോപണങ്ങളുണ്ട്. ഇദ്ദേഹത്തെ സഹായിക്കാനായി എത്തിയിരിക്കുന്ന ഇടത് സ്വതന്ത്ര MLA മാരോ ഇടത് മുന്നണിയിലുള്ള ചില MLA മാർ, ഉദാഹരണത്തിന് KT ജലീൽ, അതുപോലെ കാരാട്ട് റസാഖ്, അതുപോലെ PT റഹീം, ഇവരൊക്കെ തന്നെ ഒരുപാട് സ്വർണം കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട വ്യക്തികളാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. എന്താണ് ഇവരുന്നയിക്കുന്ന കൃത്യമായ ആരോപണങ്ങൾ? എന്തായിരിക്കും ഇതിന്മേലുള്ള നടപടികൾ? എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്? ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്തായിരിക്കും? ഇതേക്കുറിച്ചൊക്കെ കഴിയുന്നത് നിഷ്പക്ഷമായിട്ട്, ഞാൻ പൂർണ്ണമായ നിഷ്പക്ഷനാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല, കഴിയുന്നത് നിഷ്പക്ഷമായിട്ട് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. അതിന് ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹരികുമാർ. അതിനു മുമ്പ് ഞാനൊരു ചെറിയ റിക്വസ്റ്റ് വെക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, അതല്ലെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. ഇതാണ് എൻ്റെ നിങ്ങളോടുള്ളൊരു റിക്വസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ആരോപണങ്ങളിലേക്ക് കടക്കാം. ഈ കഴിഞ്ഞ ഏതാണ്ട് 2-3 ആഴ്ച, ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട്
പി വി അൻവർ ആദ്യം കേരള പോലീസിനെതിരെ അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം ചില റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങൾ പുറത്തുവിട്ടു. അതിനെ തുടർന്ന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് സസ്പെൻഷനിലേക്ക് പോയി. സംസ്ഥാന ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള സംസ്ഥാന പോലീസ് മേധാവി MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇദ്ദേഹം മുഖ്യമായിട്ട് ഉന്നയിച്ച, അതായത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, കേരളത്തിലെ സ്വർണം കള്ളക്കടത്ത് പോലീസിൻ്റെയും കൂടി അറിവോടുകൂടിയാണ് നടക്കുന്നത്. പോലീസിൻ്റെ മാത്രമല്ല, കസ്റ്റംസിൻ്റെയും. അപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണം അനുസരിച്ച് സ്വർണം കടത്തുന്നത് കസ്റ്റംസിൻ്റെ സ്കാനറിൽ തെളിയാതെ സ്വർണം കള്ളക്കടത്താൻ ലോകത്തിൽ ആർക്കും പറ്റില്ല. കസ്റ്റംസ് അത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവർ കണ്ണടയ്ക്കും. ഈ സ്വർണം വിമാനത്താവളത്തിന് പുറത്തെത്തുമ്പോൾ കസ്റ്റംസ് തന്നെ പോലീസിനെ അറിയിക്കുന്നു. പോലീസ് ഈ ക്യാരിയർമാർ, അതായത് വാഹകരെ അറസ്റ്റ് ചെയ്യുകയും ഇവരിൽ നിന്ന് സ്വർണം വീണ്ടെടുക്കുന്നു. പക്ഷേ സ്വർണം വീണ്ടെടുക്കുമ്പോൾ 10 കിലോ സ്വർണം ഒരാളിൽ നിന്ന് വീണ്ടെടുത്താൽ പോലീസ് രേഖപ്പെടുത്തുന്നത് വെറും 2 കിലോ സ്വർണമായിരിക്കും. ബാക്കി സ്വർണം പോലീസും കസ്റ്റംസും ചേർന്ന് വീതിച്ചെടുക്കുന്നു എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് അൻവർ ഉന്നയിച്ചത്. ഒന്നാമത്തേത്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ആരോപണത്തിൽ മാമിയോ അങ്ങനെ എന്തോ ഒരു കോഴിക്കോടുള്ള ഒരു വലിയ ബ്രോക്കർ, അദ്ദേഹത്തിന് സ്വർണ്ണം കള്ളക്കടത്തിൽ പങ്കുണ്ട്, റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിൽ പങ്കുണ്ട്, അദ്ദേഹം രാഷ്ട്രീയക്കാരുടെ പ്രിയപ്പെട്ടവനാണ്. പക്ഷേ എന്തോ ഒരു ഇടപാടിൽ അദ്ദേഹം ചില പ്രധാന വ്യക്തികളുമായിട്ട് ശക്തരുമായിട്ട് തെറ്റുകയും 1 കൊല്ലത്തിന് മുമ്പ് അദ്ദേഹം അപ്പുറത്തിൽ കാണാതാവുകയും ചെയ്തു. പോലീസ് അന്വേഷണം എങ്ങും എത്തുന്നില്ല. അപ്പോൾ ഇതിൽ പോലീസിന് മനസ്സറിവുണ്ടെന്നാണ് ശ്രീ പി വി അൻവർ പറഞ്ഞത്. പിന്നീട് അദ്ദേഹം MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ നിരവധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വ്യക്തിപരമായി കടന്നാക്രമിക്കുകയും പോലീസ് എന്ന സംവിധാനം ഒരു സമാന്തര അധോലോകമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയല്ല, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ആദ്യം നോക്കും പിണറായി വിജയൻ്റെ നേരെ അദ്ദേഹം തോക്ക് ചൂണ്ടിയില്ല. പക്ഷേ പിന്നീട് പിണറായി വിജയൻ്റെ നേരെ തോക്ക് ചൂണ്ടി. അങ്ങനെ പി വി അൻവർ ഇനി ഇടതുമുന്നണി MLA അല്ല എന്ന് ഇടതുമുന്നണി പ്രഖ്യാപിക്കുന്നു. ഇതിനെ തുടർന്ന് പിണറായി വിജയൻ ഇദ്ദേഹത്തിന് മറുപടി പറയുന്നു. അദ്ദേഹം പറയുന്നത് പി വി അൻവർ കള്ളക്കടത്തുകാരുടെയും നിയമലംഘകരുടെയും അധോലോകത്തിൻ്റെയും വക്താവാണെന്നാണ്. പക്ഷെ അവിടെ ഒരു സംശയമുണ്ട്. കാരണം പി വി അൻവർ ഇങ്ങനെയുള്ളൊരു വ്യക്തി ഒരു സുപ്രഭാതത്തിലായിരിക്കത്തില്ലല്ലോ ഇവരുമായിട്ട് ബന്ധം. അതായത് ഇത്രയും വലിയ കൊടും കുറ്റവാളികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നതെങ്കിൽ ഒരു സുപ്രഭാതത്തിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ പേരിലായിരിക്കില്ല അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്നത്. വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ബന്ധമുണ്ടായിരിക്കണം. അതായത് ഇത്രയും വർഷം ഇടതുമുന്നണി MLA ആയിരുന്ന ഒരു വ്യക്തി സമൂഹവിരുദ്ധ ശക്തികളുമായും രാഷ്ട്രവിരുദ്ധ ശക്തികളുമായും അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞില്ല? എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? വളരെ വ്യക്തമാണ് കാര്യം. അതായത് പണ്ട് മുൻ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ക്ലിൻ്റൻ്റെ ഭാര്യ ഹിലാരി റോഡ്ഹാം ക്ലിൻ്റൺ, അവരൊരിക്കൽ വളരെ സുപ്രസിദ്ധമായ ഒരു പ്രയോഗം നടത്തി. അവർ പറഞ്ഞു, നിങ്ങളുടെ വളപ്പിൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എല്ലാവർക്കും മനസ്സിലാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ. അതായത് തെക്കൻ കേരളത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങളുടെ പറമ്പിൽ നിങ്ങളുടെ പുരയിടത്തിൽ കുറച്ച് പാമ്പുകളെ വളർത്തിയിട്ട് അത് അയൽക്കാരെ കടിച്ചോളൂ, നിങ്ങളെ കടിക്കില്ല എന്നാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവൻ മൂഢസ്വർഗത്തിലാണ്. ശ്രീമാൻ പിണറായി വിജയൻ മലപ്പുറം ജില്ലയിലും തൊട്ടടുത്ത കോഴിക്കോട്ടും വയനാട്ടിലുമൊക്കെ കൈപിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന കുറച്ച് നേതാക്കന്മാരുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ ഒന്നായിട്ട് ഇദ്ദേഹത്തിനെ ആക്രമിക്കുന്നു. ഇവരൊന്നും നല്ല വ്യക്തികളാണെന്ന് ഇദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടല്ല ഇദ്ദേഹം ഇവരെ കൂടെ കൂട്ടിയെന്നുള്ളത് വളരെ വ്യക്തമാണ്. രാഷ്ട്രീയം അറിയാവുന്ന ആർക്കും അറിയാം. ഇതൊക്കെ ഒരു അടവ് നയത്തിൻ്റെ ഭാഗമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഷങ്ങളായിട്ട് പിന്തുടരുന്ന ഈ അടവ് നയമാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിനെ പരിപൂർണമായിട്ട് നശിപ്പിച്ചത്. അപ്പോൾ ഈ വ്യക്തികൾ ഇന്ന് തിരിഞ്ഞു കുത്തി. പിണറായി വിജയന് വേണ്ടി ഒഴുക്കാൻ എനിക്ക് ഒരു തുള്ളി കണ്ണുനീര് പോലുമില്ല. കാരണം നല്ല ലക്ഷ്യത്തോടല്ല അദ്ദേഹം ഇവരെയൊന്നും കൂട്ടുപിടിച്ചത്. ഇവരൊക്കെ അദ്ദേഹത്തിനെ തിരിച്ചടിക്കുമ്പോൾ അത് സ്വയം കൃത അനർത്ഥം തന്നെയാണ് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. നമുക്ക് ഇപ്പോൾ ആരോപണം ഉന്നയിച്ച അൻവറെ പിന്തുണച്ചുകൊണ്ട് മറ്റു ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ CPM സഹയാത്രികരാണ്. ഒന്ന് KT ജലീൽ, തവനൂർ MLA ആയ KT ജലീൽ ആദ്യം
കുറ്റിപ്പുറത്തു നിന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയൻ വളർത്തിക്കൊണ്ടുവന്ന നേതാവാണ്. ആദ്യം ഇദ്ദേഹത്തിൻ്റെ തുടക്കം നിരോധിത തീവ്രവാദ സംഘടനയായ സിമിയിൽ നിന്നാണെന്നാണ് പബ്ലിക് ഡൊമൈനിൽ ലഭിക്കുന്ന വിക്കിപീഡിയയിൽ ഉൾപ്പെടെയുള്ള ഒരു വിവരം. ഞാൻ കണ്ടെത്തിയതൊന്നുമല്ല, പബ്ലിക് ഡൊമൈനിൽ, അതായത് ആർക്കും മനസ്സിലാവുന്ന ഒരു സത്യമാണ്. ഇതിനുശേഷം ഇദ്ദേഹം മുസ്ലിം ലീഗ് പ്രവർത്തകനായി. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിനെ കൂട്ടുപിടിച്ചു. ഇദ്ദേഹം ജയിച്ചു. അങ്ങനെ ഇദ്ദേഹം ഇടത് സഹയാത്രികനായി, മന്ത്രിയായി. ഏറ്റവും ഒടുവിൽ ഇദ്ദേഹത്തിന് എതിരെ അഴിമതി ആരോപണം, അതായത് കറപ്ഷൻ, അഴിമതിയും സ്വജനപക്ഷപാതവും എന്നുള്ള ആരോപണം സംസ്ഥാന ഓംബുഡ്സ്മാൻ വിധി പ്രഖ്യാപിച്ചതിന് ശേഷം രാജിവെക്കാൻ നിർബന്ധിതനായ ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ കെ ടി ജലീൽ. അദ്ദേഹത്തിനെതിരെയും സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്ന ആരോപണം സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരുന്നു. അത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പി വി അൻവറിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്തോ ചില വെളിപ്പെടുത്തലുകൾ നടത്തും എന്ന് ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. മറ്റൊരു വ്യക്തി പി വി അൻവറിനെ പിന്തുണയ്ക്കുന്നത് കാരാട്ട് റസാഖ്, കൊടുവള്ളി MLA. ഈ കൊടുവള്ളി എന്ന് പറയുന്നത് കേരളത്തിലെ ഹവാല കേന്ദ്രമാണെന്ന് കേന്ദ്ര ഏജൻസികൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് വർഷം 8,000-ലധികം കോടി രൂപയുടെ കുഴൽപ്പണ ഇടപാടുകൾ നടക്കുന്ന ഒരു കേന്ദ്രമാണ് കൊടുവള്ളി നഗരം എന്നുവരെ ആരോപണങ്ങൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൊടുവള്ളി MLA ആയ കാരാട്ട് റസാഖിനും സ്വപ്ന സുരേഷിൻ്റെ കള്ളക്കടത്ത് ഒരു ഭാഗം കാരാട്ട് റസാഖിന് വേണ്ടി ആയിരുന്നു എന്ന് സ്വപ്നയുടെ സഹായിയായിരുന്ന സരിത്തിൻ്റെ ഭാര്യ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മൊഴി കൊടുക്കുകയും ആ മൊഴി ഈ അടുത്ത കാലത്ത് പത്രങ്ങളിൽ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവും നല്ല ഒരു ചരിത്രമുള്ള ആളല്ല. ഇനി അടുത്ത വ്യക്തി പി വി അൻവറെ മൂന്നാമൻ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് PT റഹീം, കുന്നമംഗലം MLA. ഇദ്ദേഹത്തിൻ്റെ മകനും മരുമകനും, അതായത് മകളുടെ ഭർത്താവും, സൗദി അറേബ്യയിൽ വെച്ച് കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായെന്ന് 2020 കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നിരുന്നു. അപ്പോൾ ഇവരൊക്കെ പിണറായി വിജയൻ പറയുന്നത് പൂർണ്ണമായിട്ട് കള്ളമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവരൊന്നും ഇന്നലെയോ അല്ല തുടങ്ങി. ഇവരെല്ലാ ഇടതുമുന്നണി MLA-മാരാണ്. അപ്പോൾ ഇവരെ കൂടെ കൂട്ടിയത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഇത് എന്ത് കമ്മ്യൂണിസമാണ്? ഇതെന്ത് ഇടതുപക്ഷമാണ്? ഇതെന്ത് സോഷ്യലിസമാണ്? ഇതാണ് മതേതരത്വം. അപ്പം നമ്മൾക്ക് സൗകര്യമുള്ള സമയത്തോളം നമ്മളുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ മതേതരവാദികളും പുരോഗമനവാദികളും ഒക്കെ ആയിട്ട് നമ്മൾ പറയും. അവർ നമ്മളോട് തെറ്റിക്കഴിയുമ്പോൾ ഉടനെ അവരുടെ തനി സ്വഭാവം നമ്മൾ വിളിച്ചു പറയും. ഇത് സഹാവ് പിണറായി വിജയൻ്റെ നന്മയല്ല കാണിക്കുന്നത്. ഇത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന് ഇവരിൽ നിന്നും ഭീഷണി വന്നു തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇവരെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു. പിന്നെ രണ്ടാമതൊരു കാര്യം, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ അഭൂതപൂർവമായ മുന്നേറ്റം, അതുപോലെ CPM-നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈഴവ തീയ സമുദായത്തിൻ്റെ CPM-നോട് ഉള്ള അകൽച്ച തുടങ്ങിയിരിക്കുന്നതായിട്ടുള്ള തിരിച്ചറിവ്, ഇതൊക്കെയാണ് പെട്ടെന്ന് പിണറായി വിജയൻ മലപ്പുറത്തിനെതിരെ തിരിയാനും അതുപോലെ അദ്ദേഹത്തിൻ്റെ പിന്തുണയ്ക്കുന്ന ചില മുസ്ലിം MLA-മാർക്കെതിരെ തിരിയാനുമൊക്കെയുള്ള കാരണം. മലപ്പുറത്തിനെതിരെ മറ്റാരെങ്കിലുമാണ് ഇതുപോലൊരു പരാമർശം നടത്തിയിരുന്നെങ്കിൽ അത് കേരളത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണെന്നും ഇത് കേരളമാണ്, ഇത് വടക്കേ ഇന്ത്യയല്ല എന്നൊക്കെ പറഞ്ഞ് ചാടി വീണേന്. ഇപ്പോൾ ആരും മിണ്ടുന്നില്ല. ഇത് കേരളമാണെന്നുള്ള ഒരു ടാഗ് ലൈൻ ഇപ്പോൾ എങ്ങും കേൾക്കാനില്ല. അതെന്താ പെട്ടെന്ന് ഇതങ്ങ് മറന്നുപോയി. ഭയങ്കര തമാശയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയ അടവ് നയമൊക്കെ ഇന്ന് സാമാന്യ ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഈ ചക്കളത്തി പോരാട്ടം. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് നിന്നവർ തമ്മിലടിക്കുവാണ്. അതിനൊരു കാരണമുണ്ട്. പെട്ടെന്ന് ഈ സ്വർണം ഇറക്കുമതിയുടെ തീരുവ 16% വെറും 6% നിർമ്മലാ സീതാരാമൻ കുറച്ചപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇന്ന് നികുതി അടച്ച് വലിയ ഒരു വില വ്യത്യാസമില്ലാതെ സ്വർണ്ണം ഇറക്കുമതി ചെയ്യുക. അപ്പോൾ സ്വർണം കള്ളക്കടത്ത് അത്ര വലിയ ലാഭകരമല്ലാതായി. അപ്പോൾ ഇത് കാരണം ഉണ്ടായ ഒരു വെപ്രാളമാണ് ഇവരുടെ തമ്മിലടിക്ക് ഒരു കാരണം. കാരണം ഇനിയിപ്പോൾ പല സ്വർണ്ണക്കടക്കാരും നേരിട്ട് സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇവരുടെ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ പണ്ട് 1 കിലോ സ്വർണം കേരളത്തിലോട്ട് കള്ളക്കടത്ത് നടത്തുമ്പോൾ കിലോയുടെ പുറത്ത് ഏതാണ്ട് 9.5 ലക്ഷം രൂപ ലാഭം കിട്ടുമെന്നാണ് പബ്ലിക് ഡൊമൈനിലുണ്ടായിരുന്ന ഒരു നിരീക്ഷണം. ഇന്നത് വെറും 3.5 ലക്ഷം രൂപയിൽ താഴെയായി. അപ്പോൾ ഇത് വീതം വെക്കുമ്പോൾ ഒന്നുമില്ല.
അതൊക്കെ കാരണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു വെപ്രാളവും പരിഭ്രാന്തിയും ഒക്കെ. കേന്ദ്ര സർക്കാർ ഈ നികുതി ഒന്ന് കൂട്ടിയിരുന്നെങ്കിൽ എന്നായിരിക്കും ഇവർ പ്രാർത്ഥിക്കുന്നത്. നികുതി കൂട്ടാൻ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും നിർമ്മലാ സീതാരാമന് ചെയ്തു കൊടുക്കും, അതിന് ഇവർ തയ്യാറായിരിക്കും. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. ഈ അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, അൻവറിനെതിരെയും അല്ലെങ്കിൽ അജിത് കുമാറിന്, ഇതൊന്നും എങ്ങും ചെന്നെത്താൻ പോകുന്നില്ല. കാരണം സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം. കാരണം ഈ അന്വേഷണം ചെന്നെത്തിയാൽ ഈ സ്വർണം വാങ്ങിക്കാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടി? ഈ സ്വർണം കള്ളക്കടത്ത് മൂന്ന് ആസ്പെക്ട്സ് ഉണ്ട്. അതിനകത്ത് 3 വശങ്ങളുണ്ട്. ഒന്ന്, കുഴൽപ്പണം വഴി പണം അനധികൃതമായിട്ട് പണം വിദേശത്തെത്തിക്കുക. ആ പണം ഉപയോഗിച്ച് നിയമപരമായി തന്നെ ദുബായിൽ നിന്നും മറ്റും സ്വർണം വാങ്ങിക്കുക. ആ വാങ്ങിക്കുന്ന സ്വർണം കള്ളക്കടത്തായിട്ട് ഇന്ത്യയിലെത്തുക. ഇവിടെ ഉള്ള ആവശ്യക്കാർക്ക്, ജ്വല്ലറിക്കാർക്കും മറ്റുള്ളവർക്കും അത് വിതരണം ചെയ്യുക. ഈ ഒരു വലിയൊരു ഇക്കോസിസ്റ്റം ഉണ്ട്, നെറ്റ്വർക്കുണ്ട്. ഇത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയക്കാരെ, പിന്നെ അതുപോലെ തന്നെ ഈ റിസ്ക് എടുക്കുന്ന ആൾക്കാർ, ഇങ്ങനെ 3 പേരൂടെ ചേർന്നിട്ടാണ് നടന്നത്. ഇതിൽ തീവ്രവാദ ബന്ധമുണ്ട്. അപ്പോൾ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പൈസ കൊടുത്തത്, കുഴൽപ്പണം ഇടപാട് നടത്തിയതാരാണ്, ഇത് ആർക്കു വേണ്ടിയാണ് ചെയ്തതൊക്കെ വെളിയിൽ വരും. ഇതിൻ്റെ ഗുണഫലം അനുഭവിച്ചതിൽ പിണറായി വിജയൻ എന്നുള്ള പേരാണ് ഇപ്പോൾ PV അൻവർ പറയുന്നതെങ്കിൽ, പിണറായി വിജയൻ എന്ന വ്യക്തി മാത്രമല്ല, അത് പാർട്ടിക്കും ആ പൈസ പോയിരിക്കണം. ഇന്ന് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത CPM-നെ പോലൊരു പാർട്ടി എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്നുള്ള രഹസ്യങ്ങളൊക്കെ ചിലപ്പോൾ അന്വേഷണം കൃത്യമായി നടത്തിയാൽ വെളിയിൽ വരും. അതായത് ആരുടെ പണമാണ് വിദേശത്തേക്ക് പോയത്, ഇതിൻ്റെ കള്ളക്കടത്ത് സ്വർണം ആർക്കൊക്കെ വേണ്ടിയാണ് നടത്തിയത്, ഇതിൻ്റെ ലാഭം ആരുടെയൊക്കെ കയ്യിലാണ് എത്തിയത്, ഇതൊക്കെ അന്വേഷിച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരെ തകരും. അതാണ് ഈ അന്വേഷണം എങ്ങും എത്താൻ ഇടയില്ല എന്നൊരു നിഗമനത്തിൽ ഞാൻ എത്തുന്നത്. രണ്ടാമത്തെ വിഷയം, ഇത് കേരളത്തിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം ഇവരുടെ നേരെ ഈ ആരോപണ വിധേയരോ ആരോപണം ഉന്നയിച്ചവർക്ക് എതിരെയുള്ള നടപടികളിലായിരിക്കില്ല, കേരള രാഷ്ട്രീയത്തിലായിരിക്കും. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ CPM എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? വളരെ വ്യക്തമാണ്. മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടോടുകൂടി മാത്രമാണ് CPM അധികാരത്തിലെത്തിയത്. അതിന് ശ്രീ പിണറായി വിജയൻ്റെ തന്ത്രമായിരുന്നു അത്. അതായത് അദ്ദേഹം രാഷ്ട്രീയ ഇസ്ലാമിനെ അദ്ദേഹം പിന്തുണച്ചു. അത്തരക്കാരെ സ്വതന്ത്ര MLA-മാരാക്കി, ഇടതുമുന്നണി MLA-മാരാക്കി മത്സരിപ്പിച്ച് ജയിച്ചു. വടക്കൻ കേരളത്തിലെന്നല്ല, തെക്കൻ കേരളത്തിലും ഇവരുടെ വോട്ടുകൾ വലിയ തോതിൽ ഇടതു മുന്നണിക്ക്, അതായത് വ്യക്തമായി പറഞ്ഞാൽ CPM-ന് ഒഴുകി. ഇപ്പോൾ അവരുടെ കൂടെ രാഷ്ട്രീയ ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ നേരിടാനുള്ള കരുത്തൊന്നും CPM-ൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനില്ല. കാരണം ഇസ്ലാം എന്ന മതം ഇവിടെ 1500 കൊല്ലമായിട്ട് നിലനിൽക്കുന്ന, കമ്മ്യൂണിസത്തിന് ആകെപ്പാടെ ഒരു 100 കൊല്ലത്തെ പഴക്കം പോലുമില്ല. അത് ഇപ്പം തന്നെ തകർന്നു പോയി. അപ്പം കമ്മ്യൂണിസവും ഇസ്ലാമും തമ്മിലൊരു കൂട്ടിച്ചേർന്നാൽ അതിൽ ഇസ്ലാം കമ്മ്യൂണിസത്തെ വീഴും, അത് സംശയമേ വേണ്ട. അപ്പോൾ രാഷ്ട്രീയ ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ അവരുമായി അധികാരത്തിനെത്താൻ വേണ്ടി നടത്തിയ വിട്ടുവീഴ്ചകൾ, അതായത് ഒരു പ്രശസ്തമായ ഒരു കഥയുള്ളതുപോലെ ഡോക്ടർ ഫൗസ്റ്റസ് അതുപോലെ സ്വന്തം ആത്മാവിനെ വിറ്റ് അധികാരം പിടിച്ചെടുത്തു. അപ്പോൾ ഇന്ന് അവരവരുടെ വീതം ചോദിക്കും. ഈ ലോകത്തിൽ വെറുതെ ഒന്നും കിട്ടത്തില്ല. ആരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരതിൻ്റെ തിരിച്ച് വീതം ചോദിച്ചു. ആ വീതം ചോദിപ്പാണ് ഇന്ന് നടക്കുന്നത്. അത് കൊടുക്കാനില്ലെങ്കിൽ അവർ വെറുതെ വിടത്തില്ല. അപ്പം അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളെ വളർത്തി ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യമുണ്ടാക്കി അതിലൂടെ അധികാരത്തിലേറുകയും അധികാരം നിലനിർത്തുകയും ചെയ്ത പിണറായി വിജയന് ഇന്ന് അതിൻ്റെ തിരിച്ചടി കിട്ടുന്നു, സ്വാഭാവികമായ തിരിച്ചടി. ഇത്രമാത്രം. അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒളിച്ചോടാനൊന്നും പറ്റില്ല. CPM-ൽ നിന്ന് അകന്നുപോയ ഹിന്ദു വോട്ടുകൾ തിരികെ വരുമെന്നൊന്നും അങ്ങനെ അങ്ങ് പ്രതീക്ഷിക്കേണ്ട. കാരണം ഒരിക്കൽ BJP-യിലേക്ക് വോട്ട് ചെയ്യാൻ ശീലിച്ച കമ്മ്യൂണിസ്റ്റ് അണികൾ തുടർന്നും അവിടെ തന്നെ നിൽക്കും. പണ്ട് CPM-ൻ ജാതി സംഘടനകൾ പിടിച്ചെടുക്കാൻ ചിലരെ അങ്ങോട്ട് വിട്ടു, പിന്നെ അവരാരും തിരിച്ചു വന്നില്ല. അവരൊക്കെ ജാതി സംഘടനകളുടെ നേതാവായി തിന്നു. അപ്പോൾ അത് തന്നെ ഇപ്പോഴും സംഭവിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇത് കേരള രാഷ്ട്രീയത്തിലൊരു വഴിത്തിരിവാണ്. ഇത് അന്വേഷണങ്ങളിലൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമായി ഇത് മാറുകയും കേരള രാഷ്ട്രീയത്തെ തന്നെ അടിമുടി മാറ്റാൻ പര്യാപ്തമായ ഒരു വിഷയമായി ഇത് വളർന്നു വരികയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അൻവറിൻ്റെ മലപ്പുറത്തെയും കോഴിക്കോട്ടെയും പൊതുയോഗങ്ങൾ നോക്കുക, ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ എത്തിയിരിക്കുന്നത്. അൻവറിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായി കൂട്ടം കൂടുന്ന ജനമാണ്. മുസ്ലിം ജനവിഭാഗം അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ്സിലേക്ക് തങ്ങളുടെ വോട്ടുകൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞു. കാരണം അവർക്ക് ഇന്ന് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാതെ നിവൃത്തിയില്ല. കേരളത്തിൽ മാത്രം അധികാരമുള്ള സി പി എമ്മിനെ ആർക്ക് വേണം? ശരിക്കും സി പി എമ്മിന് ഇസ്ലാമിസ്റ്റുകളെ വേണം. ഇസ്ലാമിസ്റ്റുകൾക്ക് സി പി എമ്മിനെ വേണ്ട. അവർക്ക് കേരളത്തിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്തുള്ള മതവിഭാഗമാണ് അവർ. അപ്പം അതിനാൽ ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അത്ര ശുഭകരമായിരിക്കില്ല. അതാണ് എൻ്റെ നിഗമനം. അടുത്ത വിഷയമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.